CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ മണിയൻ പിള്ള രാജു ഒരു കൊടും കുറ്റവാളിയായി മുദ്രകുത്തപ്പെടുമായിരുന്നു. വഴുതക്കാട് അപകടത്തിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടന്ന മാധ്യമ വിചാരണയുടെ പിന്നിലെ യഥാർത്ഥ സത്യമെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബ്ബിന് സമീപം നടന്ന വാഹനാപകടത്തിൽ മണിയൻ പിള്ള രാജു ഉൾപ്പെട്ടു. ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ യഥാർത്ഥ സത്യം വെളിപ്പെട്ടു. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും തന്റെ വോൾവോ കാർ വളരെ ശ്രദ്ധയോടെ ഇൻഡിക്കേറ്റർ ഇട്ട് അദ്ദേഹം പുറത്തേക്കിറക്കുകയായിരുന്നു. മറ്റു വാഹനങ്ങൾ കടന്നുപോകാൻ വേണ്ടി കാത്തുനിന്ന ശേഷമാണ് കാർ റോഡിലേക്ക് നീക്കിയത്. പക്ഷേ അമിതവേഗതയിലെത്തിയ റോയൽ എൻഫീൽഡ് ബൈക്ക് നേരിട്ട് കാറിന്റെ മുൻഭാഗത്ത് വന്നിടിച്ചു. ബൈക്കിലുണ്ടായിരുന്നവരുടെ അമിതവേഗതയാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നു. അപകടം സംഭവിച്ച ഉടനെ അദ്ദേഹം അവിടെ നിർത്താതെ പോയി എന്നതാണ് ഏറ്റവും വലിയ ആരോപണം. പക്ഷേ ആ തീരുമാനത്തിന് പിന്നിൽ ഗുരുതരമായ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി. മണിയൻ പിള്ള രാജു ഒരു ക്യാൻസർ അതിജീവിച്ച വ്യക്തിയാണ്. അപകട സമയത്ത് അദ്ദേഹം ചിക്കൻ ഗുനിയ ബാധിച്ച് കടുത്ത ശാരീരിക അവശതയിലായിരുന്നു. പെട്ടെന്നുണ്ടായ അപകടത്തിന്റെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായി തളർന്നുപോയി. രണ്ടാമത്, ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഭയം. നമ്മുടെ നാട്ടിൽ സെലിബ്രിറ്റികൾ അപകടത്തിൽ ഉൾപ്പെടുമ്പോൾ വസ്തുത പരിശോധിക്കാതെ തന്നെ ആൾക്കൂട്ടം അവരെ ആക്രമിക്കാറുണ്ട്. ശാരീരികമായി തളർന്ന അദ്ദേഹത്തിന് അത്തരം അക്രമം നേരിടാൻ കഴിയില്ലായിരുന്നു. മൂന്നാമത്, കുടുംബം. വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണെന്നതും സുരക്ഷിതമായി വീട്ടിലെത്തണമെന്ന ആവശ്യവും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയില്ല. അപകടസ്ഥലത്ത് നിന്ന് മാറിയ ഉടനെ അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബ്ബിലെ സുഹൃത്തുക്കളെ വിളിച്ച് പരിക്കേറ്റവർക്ക് ആംബുലൻസും ആവശ്യമായ വൈദ്യസഹായങ്ങളും ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അപകടത്തെക്കുറിച്ച് അറിയിക്കുകയും പിറ്റേന്ന് രാവിലെ ഹാജരാകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചതെന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ചിക്കൻ ഗുനിയ പോലെ ഗുരുതരമായ അസുഖം ബാധിച്ച ഒരു വ്യക്തി മദ്യപിച്ച് വണ്ടി ഓടിക്കുമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇതാണ് ഈ സംഭവത്തിന്റെ യഥാർത്ഥ മുഖം. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നതിനു മുമ്പ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തി കഴിഞ്ഞിരുന്നു. ഒരു വാർത്തയില്ലാത്ത ദിവസം മണിയൻ പിള്ള രാജു പോലെ ഒരു പ്രമുഖനെ കിട്ടിയപ്പോൾ അവർ അത് സെൻസേഷണലാക്കി. അദ്ദേഹത്തിന്റെ ഭാഗം ആരും കേൾക്കാതെ അന്വേഷണം പൂർത്തിയാകുന്നതിനു മുമ്പേ വിധി പ്രഖ്യാപിച്ചു. CCTV ദൃശ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മണിയൻ പിള്ള രാജു എന്ന മഹാനായ കലാകാരൻ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമായിരുന്നു. അപകടങ്ങൾ ആർക്കും സംഭവിക്കാം. പക്ഷേ ഒരു സെലിബ്രിറ്റി ഉൾപ്പെടുമ്പോൾ വസ്തുതകൾ മറച്ചുവെച്ച് വിചാരണ നടത്തുന്ന മാധ്യമ സംസ്കാരം അപകടകരമാണ്. ശാരീരികവും മാനസികവുമായ കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കിയ മണിയൻ പിള്ള രാജുവിന്റെ ഉത്തരവാദിത്തബോധം പ്രശംസനീയമാണ്. സത്യം വെളിപ്പെടുത്താൻ CCTV ദൃശ്യങ്ങൾ സഹായിച്ചു. എന്നാൽ എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ വിധിയെഴുതുന്നതിനു മുമ്പ് വസ്തുതകൾ അറിയാനും മനുഷ്യത്വത്തോടെ പെരുമാറാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്.